ഒക്ടോബർ 27 ഹമാസിന്റെ ആക്രമണത്തിലൂടെ ഇസ്രായേലിൽ വലിയ തരത്തിൽ തിരിച്ചടി ഉണ്ടായി. അതിനുശേഷമാണ് പശ്ചിമേഷ്യ ഇന്ന് വല്ലാണ്ട് നമ്മൾ കാണുന്ന രീതിയിൽ വല്ലാതെ കലാപ കലുഷിതമാകുന്നത്. അതിന് മുമ്പുള്ള ചരിത്രം വേറെ ഉണ്ട്. അതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ പറയാം. പക്ഷെ നമുക്ക് ഇപ്പോൾ അതിന്റെ ഇപ്പോഴുള്ളത് മാത്രം. അതെ, എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത്? എന്തുകൊണ്ടാണ് ഇപ്പോൾ സാർ നേരത്തെ തന്നെ പറഞ്ഞു ആത്മഹത്യക്കുള്ള ഒരു നോവൽ അവാർഡ് കൊടുക്കാൻ പറ്റുന്നത് അത് മുസ്ലിം രാജ്യങ്ങൾക്ക് കൊടുക്കണം എന്നുള്ളത്. അപ്പം എന്തുകൊണ്ടാണ് മുസ്ലിം രാജ്യങ്ങൾ പരസ്പരം തമ്മിലടിച്ചുകൊണ്ട് ഇത് കണ്ടിട്ട് ആർക്കാണ് ഇത്ര വലിയ സമാധാനം കിട്ടുന്നതെന്നുള്ള വലിയ ചോദ്യം. കാരണം ഇസ്രായേൽ നോക്കുകയാണെന്ന് ഇതെല്ലാവരും മുസ്ലിം രാജ്യങ്ങളാണ്. ഈ പറഞ്ഞ പോലെ ഇറാൻ മുസ്ലിം രാജ്യമാണ്, സൗദി അറേബ്യ, കുവൈത്ത്, ഖത്തർ, ഗൾഫ് എല്ലാവരും മൊത്തം മുസ്ലിം രാജ്യങ്ങളാണ്. അതിൽ ഇറാൻ മാത്രം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു ഷിയ, അത് മുസ്ലിം പെട്ട തന്നെയാണ്, പക്ഷേ ഷിയ വംശജരാണ് അവിടെ കൂടുതൽ. പക്ഷേ ഇവരെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടാക്കുന്നു. ഇപ്പോൾ സൗദി അറേബ്യ എങ്ങനെയെങ്കിലും അണുവായുധം കരസ്ഥമാക്കണം എന്നുള്ള രീതിയിൽ അവർ നടക്കുന്നു. ഇറാൻ സമ്മതിക്കില്ല എന്ന് ഇറാൻ പറയുന്നു. ഒരുപക്ഷെ സൗദിയെ എതിർക്കുന്ന അണുവായുധം ഉണ്ടാക്കുന്നതിൽ ഏറ്റവും എതിർക്കപ്പെടേണ്ട രാജ്യം ഇസ്രായേലാണ്. ഇസ്രായേലിനേക്കാൾ എതിർക്കുന്നത് ഇറാനാണ്. അപ്പം ഇത്തരത്തിൽ മുസ്ലിം രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൊമ്പ് കോർക്കുന്നു, നേരിട്ട്. അതെ, എല്ലാവരും ഒരു കയ്യിൽ ഖുർആൻ പിടിച്ചുകൊണ്ട് സമാധാനത്തിന്റെ ദൂതരാണെന്ന് പറയുന്ന ഇവർ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ചാവാനും ബോംബിട്ട് നശിപ്പിക്കാനും നാശം പരസ്പരം വരുത്താനും വേണ്ടിയിട്ട് തയ്യാറെടുക്കുമ്പോൾ എങ്ങോട്ടാണ് ശരിക്ക് ഈ മുസ്ലിം രാജ്യങ്ങളുടെ എല്ലാം ഈ പോക്ക്? ഇത് കണ്ടിട്ട് ഏറ്റവും വലിയ സമാധാനം കിട്ടുന്നത് ആർക്കായിരിക്കും? ഞാൻ ഇതിനൊരു ഹെഡിങ് ഇടാമെങ്കിൽ അല്ല നമ്മളിതിനെപ്പറ്റി പറയാൻ എന്ത് തലക്കെട്ട് വേണമെന്ന് ചോദിച്ചാൽ ട്രംപ് ചിരിക്കുന്നു. ഇത് ആ യുദ്ധം തുടങ്ങുമ്പം ഇസ്രായേലും ഇറാനുമായിട്ടുള്ള ഏറ്റുമുട്ടലായിരുന്നത്. അമേരിക്ക അങ്ങനെ കാര്യം ഡയറക്റ്റ് പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല അവിടെ. അപ്പം പോരാ, യുദ്ധത്തിൻ്റെ കാഠിന്യം പോരാ എന്ന് ആർക്ക് തോന്നി? ഇവർ തമ്മിലുള്ള എൻഗേജ്മെന്റിന്റെ ശക്തി പോരാ, കുറച്ചുകൂടെ ശക്തമായി ഇത് എൻഗേജ് ചെയ്യണം. അവർക്ക് തന്നെ കാര്യമുണ്ട്, ലാഭമുണ്ട്. അമേരിക്ക എന്ന് പറയാൻ കാരണം ബങ്കർ ബസ്റ്റ് ബോംബുകൾ, ആ സാധനം ഇട്ടുകൊണ്ട് അവർ ന്യൂക്ലിയർ സാധനം തകർത്ത് തരാം. ഇസ്രായേലാണ് പോയിട്ട് കാര്യം മുമ്പോട്ട് വെക്കുന്നത്. അപ്പൊ അമേരിക്ക പറഞ്ഞ ഞങ്ങൾ ഒറ്റ ബോംബിലൂടെ സാധനം തകർത്ത് തരാമെന്ന് പറഞ്ഞാണ് ഇവർ അമേരിക്ക വരുന്നു, അതവിടെ ഇടുന്നു, പക്ഷെ തകർന്നില്ല. അല്ല, അമേരിക്കയ്ക്ക് അവിടെ ഇടപെടാൻ തുടർച്ചയായിട്ട് ഇടപെട്ടുകൊണ്ട് നിൽക്കാനുള്ള കാരണങ്ങൾ ഉണ്ടാക്കുക അമേരിക്കയുടെ ആവശ്യം. യുദ്ധം തീർന്നു പോയി അമേരിക്കയുടെ ഉദ്ദേശം തീർന്നു. ഇവിടെ നമ്മൾ അമേരിക്കയുടെ എല്ലാ കാര്യങ്ങളും, എല്ലാ യുദ്ധങ്ങളും തോറ്റു പിന്മാറിയ സ്ഥലങ്ങളുണ്ട്. വിയറ്റ്നാമിൽ മുമ്പേ പരാജയപ്പെട്ട, അഫ്ഗാനിസ്ഥാനും തോറ്റു പിന്മാറിയത, ഉത്തര കൊറിയയും തോറ്റു പിന്മാറിയത. പക്ഷേ എന്നാൽ പോലും ആ തോറ്റു പിന്മാറത്തിലെല്ലാം സാമ്പത്തിക ലാഭം ഉണ്ടാകും. വിയറ്റ്നാമായിട്ടൊരു കരാർ ഒപ്പുവെച്ചു, 2 വിയറ്റ്നാമായിട്ട് ഇവന്റെ കച്ചവടത്തിന്റെ. ഇന്ന് വിയറ്റ്നാം അതുകൊണ്ട് ആരുടെ കൂടെ നിൽക്കുന്നത്? ഖത്തറിന് ഇപ്പോൾ ഒരു പരിധി വിട്ട് അമേരിക്ക എതിർക്കാൻ പറ്റിയില്ല, ഖത്തറിന്. സൗദിക്കും പറ്റില്ല. ആ സാമ്പത്തികമായ കെട്ടുപാടുകൾ വന്നുപോയി. പിന്നെ ഇപ്പോൾ ഇസ്രായേലും സഹായിക്കുന്നില്ല, ഞങ്ങൾ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞാൽ ഇസ്രായേലും സൗദിയായിട്ടോ ഇസ്രായേലും ഇറാനുമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ, ഇസ്രായേൽ പുറകോട്ട് പോകുന്ന ആദ്യത്തെ സെക്കൻഡിൽ ട്രംപ് ഇടപെടും. പല സന്ദർഭത്തിലുണ്ടായിട്ടുണ്ട്. ഇസ്രായേലിന് ആയുധ സപ്ലൈയൊക്കെ നിർത്തിവെച്ചു. അമേരിക്കയിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ആയുധങ്ങൾ വരാതിരുന്നു. അവസാനം ഇസ്രായേൽ തോക്കുന്ന ഒരു ഘട്ടം വന്നപ്പോൾ ട്രംപ് ആ സമയത്ത് സഹായിച്ചാലേ ഇസ്രായേലിനെ വില. ഇതിൽ എനിക്ക് ഇതിന്റെ ഇപ്പം കൂടെ പറയേണ്ട ഒരു സാധനം, ഈ പറഞ്ഞ പോലെ അമേരിക്കൻ ആയുധങ്ങൾ ഇസ്രായേലിന് കിട്ടാണ്ട് വന്നു. ഈ യുദ്ധത്തിൽ തന്നെ ഏറ്റവും അവസാനം ഇന്ത്യയുടെ ആയുധങ്ങളാണ് ഉപയോഗിച്ചത് എന്നുള്ള വാർത്തകൾ വരെ വന്നായിരുന്നു. കാരണം ഇസ്രായേലിന്റെ പല ആയുധങ്ങളും ഉണ്ടാക്കുന്നത്, അയൺ ഡോമിന്റെ പല കാര്യങ്ങളും നടക്കുന്നത് ഇന്ത്യയിലാണ് ഇപ്പോൾ നടക്കുന്നത്. ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ഒറ്റ മിത്രം എന്ന് പറയുന്നത് ആദ്യം അമേരിക്ക, ഇപ്പം അത് മാറിക്കഴിഞ്ഞു. ഇപ്പൊ ഇസ്രായേലിന്റെ ഏറ്റവും വലിയ വിശ്വസ്തത എന്ന് പറയുന്നത്, വിശ്വാസം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അങ്ങനെയൊന്നും ഇല്ല. അല്ല, അതുകൊണ്ടാണല്ലോ അവരെ അയൺ ഡോമിന്റെ അമേരിക്കയുടെ കാര്യം. ഇറാനും ഇസ്രായേലും ഏറ്റവും വലിയ സുഹൃത്തുക്കളായിരുന്നു. ഇറാനും ഇസ്രായേലും സുഹൃത്തുക്കളായിരുന്നു. പണ്ട് ഏറ്റവും വലിയ സുഹൃത്തുക്കൾ അവരായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞ സ്ഥിരം ശത്രുക്കളോ ബന്ധുക്കളോ ഇല്ല, ഇഷ്യൂസേ ഉള്ളൂ. അമേരിക്കയ്ക്ക് മാത്രം ഒരു സ്ഥിരം ശത്രുവില്ല, സ്ഥിരം മിത്രമുണ്ട്. പൈസക്ക് വേണ്ടിയിട്ട് മാത്രം സ്വത്ത്. അമേരിക്ക അതേ ഉള്ളൂ സുഹൃത്ത്. അമേരിക്കയുടെ സുഹൃത്താണ് ഇന്ത്യ അല്ല. ഇന്ത്യയൊക്കെ ഈ സമയത്ത് തള്ളിപ്പറയും, പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യും. പാകിസ്ഥാനും ഇന്ത്യയും കൂടെ തമ്മിൽ തെല്ലി നിർത്തുന്നതിന് കാര്യങ്ങളുണ്ട്. ഒരുമിച്ച് കഴിഞ്ഞാൽ വലിയ ശക്തിയാണ്. പാകിസ്ഥാനും ഇന്ത്യയും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ ആർക്കാ ക്ഷീണം? അമേരിക്ക ക്ഷീണം. കാരണം 2 അണുവായുധ രാജ്യങ്ങളും ഇവർക്ക് 2 കൂട്ടം വിഭവങ്ങളുണ്ടല്ലോ. വെള്ളം എല്ലാം ഉണ്ട്. ആ കൂട്ടത്തിലേക്ക് മറ്റേതെങ്കിലും രാജ്യങ്ങൾ, ചൈനയ്ക്കും ചിലപ്പോൾ ഇതിനെ അംഗീകരിക്കേണ്ടി വരും. അല്ല, ഈ പ്രത്യേകിച്ച് ചൈന, പാകിസ്ഥാൻ, ഇന്ത്യ, ഇത് മൂന്നും പാടെ, ജപ്പാൻ കിടക്കുന്ന അവിടെ, അല്ല അപ്പുറത്ത് റഷ്യ, ഈ 4 രാജ്യങ്ങൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ജപ്പാനുണ്ട് അവിടെ. ജപ്പാന്റെ എല്ലാം ഒരു ഒന്നിലും ഇടപെടാതെ കളി കണ്ടോണ്ടിരിക്കുക. ജപ്പാനും ചിലപ്പോൾ ജപ്പാന്റെ മനസ്സിൽ അമേരിക്കയുടെ വിരോധം ഉണ്ടെങ്കിലും പഴയ ഓർമ്മ കിടക്കുമല്ലോ കുറെ. ഇത് ഈ രാജ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെയും സംഭവം മാറുകയാണ്. പക്ഷേ ഇവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പോൾ ഈ ഇറാഖ് യുദ്ധം ഉണ്ടാക്കിയിരിക്കുന്നതിൻ്റെ കാരണം, ഇറാൻ ഇസ്രായേൽ യുദ്ധം തുടങ്ങി വെച്ചു. അത് എപ്പോഴെങ്കിലും അതിന് വീക്ക്നെസ് ഉണ്ടാകുമ്പോൾ അമേരിക്ക കയറി ഇടപെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാക്കും, അത് കൊണ്ടുപോകും. അതുപോലെ തന്നെ ശ്രദ്ധിച്ചോണം ഹമാസിൻ്റെ റോള്. ഒത്തുതീർപ്പിലേക്ക് എത്തുന്ന സന്ദർഭത്തിൽ ആദ്യം തന്നെ ഇടപെടുന്ന രാജ്യം ഹമാസാണ്. ഇസ്രായേലും ഇറാനും കൂടെ തമ്മിൽ ചർച്ച ചെയ്ത് ചില പ്രശ്നങ്ങൾ പരിഹരിച്ച് വരുമ്പോൾ ഹമാസ് ഇടപെടും സജീവമായിട്ട്. എന്താ കാര്യം? എന്താ? അവിടെയാണ് ഹമാസാണ് ആരുടെ ഏജന്റ് എന്ന് സംശയിക്കേണ്ടത്. യുദ്ധം തുടങ്ങി ഇപ്പോൾ ഇമ്മീഡിയറ്റ് കോസ് ഉണ്ടാക്കിയത് ഹമാസ്.
യുദ്ധം ഇപ്പോൾ അവസാനിപ്പിക്കാനുള്ള മാർഗ്ഗങ്ങൾ വരുമ്പോൾ അതും തട്ടി നിൽക്കുന്ന ആരെയാ? ഹമാസിലൂടെ. ഇവർക്ക് ഹമാസ് പറഞ്ഞാൽ അവര് ആയുധം വെച്ച് കീഴടങ്ങാൻ അവർ തയ്യാറാണെന്നുള്ള രീതിയിൽ. അല്ലാതെ അതിനെ കൊണ്ട് വേറെ കണ്ടീഷൻ വയ്ക്കാന്നേ. ആ കരാർ ഉണ്ടാക്കാതിരിക്കാൻ ഒരു കണ്ടീഷൻ വയ്ക്കുക. ഈ രീതിയിലാണ് ഈ പശ്ചിമേഷ്യയിലെ അല്ലെങ്കിൽ മധ്യേഷ്യയിലെ രാഷ്ട്രീയങ്ങൾ പോകുന്നത്. അതിൻ്റെ ചരിത്രമുണ്ട്. അത് നമുക്ക് വിശദമായിട്ട് സംസാരിക്കേണ്ടതാണ്. 1-2 എപ്പിസോഡ് കൊണ്ട് തീരില്ല. നമ്മൾ പുറമേ കാണുന്ന വ്യാഖ്യാനങ്ങൾ ആർക്കും എന്തും പറയാം. ഒന്ന് വിചാരിക്കുക, ഈ കാര്യത്തിൽ ഒരു എക്സ്പേർട്ട് എന്ന് പറയുന്ന ആളില്ല. വിവരങ്ങൾ അറിയുന്നവർ മാത്രമേ ഉള്ളൂ. എക്സ്പേർട്ടുകൾ പറയുന്ന പോലെ അല്ല കാര്യങ്ങൾ നടക്കുന്നത്. ഇന്ന് നമ്മൾ ഇന്നത്തെ ചാനലുമെല്ലാം നോക്കിയാൽ പറയും ഇറാൻ തിരിച്ചടിക്കുന്നു, ശക്തമായി തിരിച്ചടിക്കുന്നു, അമേരിക്ക മുന്നോട്ട്. നാളെ പറയും അമേരിക്കൻ ഇറാൻ്റെ മുഴുവൻ സാധനങ്ങളും നശിപ്പിച്ചു. പിറ്റേ ദിവസം ഈ സാധനത്തിൻ്റെ ബോംബ് ചെയ്യുമെന്ന് പറയും. അമേരിക്ക നശിപ്പിച്ച അതേ സാധനം തന്നെ വീണ്ടും ബോംബ് ചെയ്തെന്ന് പറയുന്നേ. അതാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത്. നമുക്ക് അങ്ങനെ പോകണ്ട. കഴിയുന്നതും നമുക്ക് സത്യസന്ധമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ നോക്കാം. എന്നാലും ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ അപ്ഡേഷൻ പറയാനുണ്ട്. വരും ദിവസങ്ങളിൽ അപ്ഡേഷൻ ഒത്തിരി ഉണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ഇപ്പം നിലവിൽ ഇത്ര മാത്രമേ പറയുന്നുണ്ട്. ഒപ്പം തന്നെ അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണെന്ന് പറയുമ്പോഴും ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കടബാധ്യതയുള്ള രാജ്യം അമേരിക്ക തന്നെയാണ്. അപ്പോൾ ഇന്ന് തന്നെ വലിയ തരത്തിലുള്ള ചർച്ചാ വിഷയമായിരിക്കുന്നത് ട്രംപിന് വലിയ തരത്തിൽ തിരിച്ചടി. യുദ്ധം ഒന്നാമത്തെ തിരിച്ചടിയാണ്. രണ്ടാമത്തെ കാര്യം ട്രംപ് മുമ്പോട്ട് വെച്ച മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ പദ്ധതി. അത് തുടക്കത്തിൽ എലോൺ മസ്കിനൊക്കെ ഏൽപ്പിച്ചായിരുന്നു. സാമ്പത്തികമായിട്ട് വലിയ തരത്തിൽ വളർച്ച വേണം, അതിന് എലോൺ മസ്കിന് കൊണ്ടുവരുന്നു. എലോൺ മസ്കിന് പ്രത്യേക കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ചെയർമാനാക്കുന്നു. അപ്പോൾ ഇതെല്ലാം വലിയ തരത്തിലുള്ള ഉപകാരം ഉണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷേ ഒരു ഉപകാരം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് മാത്രമല്ല, വലിയ തകർച്ച മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അവർ കൊണ്ടുവന്ന പല കാര്യങ്ങളും ഇപ്പോൾ ഏകദേശം $4 ട്രില്യൺ വീണ്ടും കടമെടുക്കാൻ പോവുകയാണ്. ആ $4 ട്രില്യൺ കടമെടുക്കുന്നത് പുതിയ പദ്ധതികൾ കൊണ്ടുവരാനായിട്ടല്ല. ഒരു സെക്കൻഡ്, നമ്മളിപ്പോൾ വായിച്ചു അമേരിക്ക സാമ്പത്തിക പ്രതിസന്ധി. ഇത്തരം ഭാഗം ഞാൻ നിങ്ങൾ യോജിക്കുന്നു. ഇത് ഈ $4 ട്രില്യൺ കൊടുക്കാൻ പറ്റുന്ന രാജ്യം ഏതാണ്? പകരം അമേരിക്കയ്ക്ക് കടം മേടിക്കണത് എവിടുന്നാണ് മേടിക്കാൻ സാധ്യത? മിക്കവാറും ഇതായിരിക്കും ലോകബാങ്കിൽ നിന്നായിരിക്കും. ലോകബാങ്കിന് അത്രയും കാശ് ലോകബാങ്കിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ വേണ്ടേ? അതാരൊക്കെ ഉള്ളത്? അത് ബാക്കി രാജ്യങ്ങൾ എല്ലാ രാജ്യങ്ങളും കടം മേടിക്കണം. അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന ഇപ്പോൾ ചൈനയെ പറ്റിയുള്ള നമ്മുടെ ധാരണ തകർന്ന് പൊളിഞ്ഞു കിടക്കുക ചൈന. അത് ഈ കൂട്ടത്തിൽ തന്നെ വാർത്തകൾ പറയുന്നുണ്ട്. ക്യൂബ എല്ലാം സ്വകാര്യവൽക്കരിക്കുക, പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ സ്വകാര്യവൽക്കരിക്കുക, അതിൻ്റെ വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു അധികാരവും പൈസയും കിട്ടുന്നവൻ അവൻ രാജാവ് തൽക്കാലം. ഇപ്പോൾ ട്രംപിന് ഇന്ന് കിട്ടിയില്ല, ഇന്ന് കൊടുക്കാൻ പറ്റുന്ന രാജ്യങ്ങൾ ആരുമില്ല. ഇപ്പം ജപ്പാൻ വേണേൽ കൊടുക്കാം, ജപ്പാനേ ഉള്ളൂ ചെറിയ പലിശയ്ക്ക് കൊടുക്കുന്നത്. അപ്പോഴും ജപ്പാൻ്റെ എക്കണോമി പുരോഗമിക്കുന്നുണ്ട്, അവിടെ പ്രശ്നമാവും. ജപ്പാനിൽ നിന്ന് ഇത്രയും പൈസ പോയി കഴിഞ്ഞാൽ ജപ്പാൻ തകരും. പക്ഷെ ജപ്പാൻ കൊടുക്കാൻ ധാർമ്മികമായി ബാധ്യതപ്പെട്ടവരാണ്. ജപ്പാൻ്റെ പ്രതിരോധം എന്ന് പറയുന്നത് ഇത്രയും കാലം നടന്നിരുന്ന അമേരിക്കയുടെ ചെലവിലാണ് പല യൂറോപ്യൻ രാജ്യങ്ങളിലെയും. അതുകൊണ്ടാണ് യൂറോപ്പിന് അമേരിക്ക ഒരു പരിധി വിട്ട് ശത്രുത കാണിക്കാൻ പറ്റാത്തത്. ഇന്ത്യക്ക് ഈ ബാധ്യതകളൊന്നുമില്ല. ഇന്ത്യയുടെ പിന്നെ രണ്ടാമത് ഒരു കാര്യം, അമേരിക്ക സഹായിക്കും എന്ന് പറയുന്നതല്ലാതെ കാര്യമായ സഹായം ഉണ്ടാകില്ല. മുകളിൽ നിന്നൊരു ബോംബ് ഇടുക, അല്ലെ 10 പീരങ്കി തരിക, AK-47 റഷ്യ കൊണ്ട് തരിക. ഇതിനപ്പുറത്തേക്കുള്ള ഡയറക്റ്റ് ഇൻ്റർവെൻഷൻ ഈ സമ്പന്നമായ രാജ്യങ്ങളൊന്നും ഡയറക്റ്റ് ഇൻ്റർവെൻഷന് വേറെ രാജ്യത്ത് പോവുകയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിലും ഈ പറഞ്ഞ പോലെ അമേരിക്ക തൊട്ടിട്ടില്ല. അവന്റെ വായ്പ കുത്തി ബോംബിട്ടില്ല. അവനാണെങ്കിൽ അവന് അപ്പോഴെല്ലാം ആയുധം ഉണ്ടാക്കി കൊടുത്തു കച്ചവടം ചെയ്യാൻ. അതെ, ഏറ്റവും കൂടുതൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ പൈസ ഉണ്ടാക്കിയത് അമേരിക്കയാണ്. അതുപോലെ തന്നെ യുദ്ധത്തിന് ശേഷം വലിയ തകർച്ചയില്ലാതെ അമേരിക്ക രക്ഷപ്പെട്ടു. മറ്റു യുദ്ധത്തിന് ശേഷം പിന്നെ ചെയ്ത ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യങ്ങൾക്കും കടം കൊടുക്കുന്നു, ലോൺ കൊടുക്കുന്നു. അത് എത്രയും ഇരട്ടി പലിശക്ക്. എന്നിട്ട് ആ പലിശമ്മ കൂടുതൽ സുഖമായിട്ട് ജീവിക്കുന്നു എന്നുള്ള സാധനമാണ് ഇന്ന് ചൈന കാണിക്കുന്ന സാധനം. വർഷങ്ങൾക്ക് മുമ്പേ അമേരിക്ക പയറ്റി കളിച്ച സാധനമാണ്. ചൈനക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാതെയാണ് ചൈന കളി തുടങ്ങിയത്. അമേരിക്കയ്ക്ക് 100-150 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത സാധനം ഉണ്ടാടെ. ബ്രിട്ടന്റെ ശക്തി എന്ന് പറഞ്ഞാൽ കോളനികളിൽ നിന്നൊക്കെ കൊണ്ടുപോയ ശക്തിയായിരുന്നു. ഇഷ്ടംപോലെ നമ്മളെയൊക്കെ ചൂറ്റിയെടുത്ത് നമ്മുടെയൊക്കെ കാശ് എടുത്തുകൊണ്ട് പോയി ആ കാശും കൊണ്ട് നിളിമ്പ് കാണിച്ചത്. ഇവിടെ ചൈനയ്ക്കുള്ള കുഴപ്പം, ചൈനയ്ക്ക് ഒരു പരിധി വിട്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അത് അക്കാര്യത്തിൽ സേഫ് ഇന്ത്യയാണ്. അത് നമുക്ക് പിന്നെ സംസാരിക്കാം. കാരണം ഇന്ത്യക്ക് ഭക്ഷണം, വെള്ളം, തുണി, വസ്ത്രം, ഈ 3 കാര്യങ്ങൾക്ക് ലോകത്ത് ആരെ ആശ്രയിക്കേണ്ട. ഇന്ത്യയുടെ എക്കണോമി എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് എക്കണോമി അല്ല, എക്സ്പോർട്ട് എക്കണോമി. നമ്മൾ അങ്ങോട്ട് കയറ്റി അയച്ചിട്ട് ജീവിക്കുന്നവരല്ല. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ പറ്റുന്നൊരു ഇവിടെയുണ്ട്. ചൈനയ്ക്ക് ഇത് പറ്റിയല്ല. ചൈന ലക്ഷറിയസ് ലൈഫിലേക്ക് ഒരു വിഭാഗം പോയി. ഇന്ന് ചൈനയിലെ ഏറ്റവും വലിയ കോടീശ്വരനെ പിടിച്ച് ഇന്നലെ തൂക്കുകൊല്ലാൻ വെച്ചിട്ടുണ്ട് അല്ലേ? റിയൽ എസ്റ്റേറ്റ് ഭീമൻ, ഏഷ്യയിലെ ഏറ്റവും സമ്പന്നനായിരുന്നു, അംബാനിയേക്കാളൊക്കെ സമ്പന്നനായിരുന്നു. അയാളിപ്പോൾ ജയിലിലാണ്. അത് വാർത്ത കണ്ടായിരുന്നോ? അപ്പോൾ ഇത് നല്ലത് നമ്മൾ പുറമേ കാണുന്ന, അല്ലെ പുറമേ അവതരിപ്പിക്കുന്ന ഓരോ മാധ്യമങ്ങളും വിദഗ്ധന്മാർ അവരുടെ താല്പര്യം അനുസരിച്ച് നമ്മുടെ മുമ്പിൽ ഒത്തിരി കാര്യങ്ങൾ അവതരിപ്പിക്കും. പക്ഷെ അതിനെ നമുക്ക് നമ്മുടെ ചെറിയ വിവരങ്ങൾ വെച്ച് നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കും.